വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റീവേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇതാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് A+ ക്വസ്റ്റ്യൻസ് സെറ്റാക്കാനാണ് വന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത്ര അടിപൊളിയായ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഒരു 1 വേർഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ചോദ്യം തരാം. ഇതാ പിടിച്ചോളാം. നെയിം ഓഫ് ദിസ് ക്രീച്ചർ വിച്ച് ഇസ് കൺസിഡേർഡ് ദി ആൻസെസ്റ്റർ ഓഫ് മമ്മേലിയൻ ഗ്രൂപ്പ് വെയിൽസ് അല്ലേ. അതായത് സസ്തനികളുടെ കൂട്ടമായ തിമിംഗലങ്ങളുടെ പൂർവികരായി കണക്കാക്കപ്പെടുന്ന ഈ ജീവിയുടെ പേര് എന്താണെന്നാണ് അതാ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. പാക്കിസെറ്റസ് എന്നാണ് നമ്മൾ പറയുന്നത്. ചിലപ്പം 1 വേർഡിന് ചോദിക്കാം. അപ്പൊ ഇത് പഠിച്ചു വെച്ചോളാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇറ്റ് ഇസ് ബിലീവ്ഡ് ദാറ്റ് ലൈഫ് എമേർജ്ഡ് ഓൺ എർത്ത് ഡാഷ് ഇയേഴ്സ് എഗോ. എത്ര വർഷങ്ങൾക്ക് മുന്നേ ആണ് നമ്മുടെ ഈ ഒരു ലൈഫ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത്? ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുന്നേ ആണെന്നാണ് ചോദ്യം. ഏതാണ്? പഠിച്ചു വെച്ചോളാം. 3.5 ബില്യൺ ഇയേഴ്സ് എഗോ. 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നെയാണ്. ഈ ഒരു ചിത്രം കാണുമ്പോഴും നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ വരാറുണ്ട്. പക്ഷെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാമെന്ന് മിസ് പറഞ്ഞു തരാൻ നോക്കിക്കോട്ടോ. ഇവിടെ ഒബ്സർവ് ദി ഇമേജസ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എക്സ്, വൈ എന്നിവയിൽ പ്രോകാരിയോട്ടിക് കോശം ഏതെന്ന് തിരിച്ചറിയുക. ഐഡന്റിഫൈ വിച്ച് എമംഗ് എക്സ് ആൻഡ് വൈ ഈസ് ദി പ്രോകാരിയോട്ടിക് സെൽ. മക്കളെ, എക്സ് എന്നും വൈ എന്നും ചിത്രം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. നിങ്ങളുടെ കണ്ണിലെ ലെൻസ് വെച്ചൊന്ന് സൂം ചെയ്ത് നോക്കണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ. അപ്പൊ ഇതിൽ ഏതാണെടാ പ്രോകാരിയോട്ടിക് സെല്ല്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? അവർക്ക് ഈ പറയുന്ന ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. സോ ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ് പ്രോകാരിയോട്ടിക് സെല്ല്. അതുപോലെ തന്നെ സെൽ ഓർഗനൽസ് വളരെ കുറഞ്ഞ ആൾക്കാരാണെന്ത്? ബാക്ടീരിയ ഒക്കെ പോലത്തെ പ്രോകാരിയോട്ടിക് സെൽ. അപ്പൊ ഇതിൽ ഏതാണ് പ്രോകാരിയോട്ടിക് സെൽ? ആൻസർ ഇവിടെ ഉണ്ട്. എക്സ് ആണ് നമ്മുടെ പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. അപ്പം എക്സ് ആണ് പ്രോകാരിയോട്ടിക് കോശം. അതുമാത്രമല്ല, ഇവിടെ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. റൈറ്റ് ഇനി 3 ഫീച്ചേഴ്സ് യു കൺസിഡേർഡ് ഫോർ ഐഡന്റിഫൈങ് ഇറ്റ് അല്ലെ. തിരിച്ചറിയുന്നതിന് നിങ്ങൾ പരിഗണിച്ച 3 സവിശേഷതകൾ എഴുതാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ മക്കളെ ഇവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത്? എന്തൊക്കെയാ? ഒന്ന് നമുക്ക് പറയാം, ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ് അല്ലെ. മർമ്മം ഇല്ലാത്ത ആൾക്കാരാണ് പ്രോകാരിയോട്ട്. രണ്ടാമത്തേത് സെൽ ഓർഗനൽസ് ആർ ലെസ്. കോശാംഗങ്ങൾ കുറവാണ്. ഇവിടെ യൂക്കാരിയോട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. മൂന്നാമത്തേത് എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. മൂന്നാമത്തെ ഒരു പോയിന്റും കൂടെ, പ്രൊക്കാരിയോട്ടും യൂക്കാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ പ്രൊക്കാരിയോട്ടിനെ ഈ ചിത്രത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ഫീച്ചർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് മിസ് കൊണ്ടുപോകുന്നത്. നോക്കിക്കോട്ടോ. അക്കോർഡിംഗ് ടു തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ, വാട്ട് സ്പെഷ്യൽ കണ്ടീഷൻ എക്സിസ്റ്റഡ് ഇൻ ദ ഏർലി അറ്റ്മോസ്ഫിയർ ഓൺ എർത്ത് ഫോർ ദി ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് സെൽ? രാസപരിണാമ സിദ്ധാന്തം അനുസരിച്ച് കെമിക്കൽ എവല്യൂഷൻ തിയറി കൊണ്ടുവന്നത് ആരാ? നമ്മുടെ ഒപ്പാരിൻ ഹാൽഡെയ്ൻ ആണ് അല്ലെ. ഒപ്പാരിൻ ഹാൽഡെയ്ൻ പറയുന്നത് പ്രകാരം അന്തരീക്ഷത്തിലെ എന്തൊക്കെ പ്രത്യേകതകൾ കൊണ്ടാണ് രാസപരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദിമകോശം രൂപപ്പെട്ടത്? അതാണ് ചോദ്യം. അപ്പൊ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ. പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ എന്താ? നമ്മുടെ അന്തരീക്ഷത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം അന്തരീക്ഷത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കണേ. ഒന്നാമത്തെ പോയിന്റ്, ഹൈ ടെമ്പറേച്ചർ, ഉയർന്ന താപനിലയായിരുന്നു. സ്വതന്ത്ര ഓക്സിജൻ ഇല്ല, നോ ഫ്രീ ഓക്സിജൻ. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഗ്യാസസ് ഏതൊക്കെ അത് നോട്ട് ചെയ്ത് വെക്കുക. ഹൈഡ്രജൻ, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ. ഹൈഡ്രജൻ, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, നീരാവി പോലത്തെ വാതകങ്ങളായിരുന്നു. അടുത്തതോ, ആഫ്റ്റർ ലോങ് ഇയേഴ്സ് സ്റ്റീം കണ്ടൻസ്ഡ് ആൻഡ് പ്രൊലോങ്ഡ് റെയിൻഫോൾ ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് പ്രിമിറ്റീവ് ഓഷ്യൻ. ഈ അന്തരീക്ഷത്തിൽ നിന്നും ഈ വാതകങ്ങളൊക്കെ ചേർന്ന് കുറെ നാൾ മഴ പെയ്തു. നീണ്ട കാലം മഴ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എന്നിട്ട് എന്ത് രൂപപ്പെട്ടു? ഓഷ്യൻ അല്ലെ, സമുദ്രം അവിടെ രൂപപ്പെട്ടു. അത് കഴിഞ്ഞിട്ടോ വേരിയസ് സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഇൻ ദി പ്രിമിറ്റീവ് ഓഷ്യൻ. ഈ പറയുന്ന വാതകങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഈ സമുദ്രത്തിനുള്ളിൽ മിക്സായി. അങ്ങനെ സമുദ്രത്തിൽ എന്ത് നടന്നു? രാസപരിണാമ പ്രക്രിയ, കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടന്നു. സൺലൈറ്റ്, ലൈറ്റ്നിങ്, അൾട്രാവയലറ്റ്, വോൾക്കാനിക് എറപ്ഷൻ, ഇതൊക്കെയാണ് അവിടെ കൊടുത്ത ഊർജ്ജങ്ങൾ. ഈ സൂര്യപ്രകാശവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച ഊർജ്ജം ഉപയോഗിച്ച് രാസപരിണാമം അവിടെ നടന്നു. രാസപ്രക്രിയകളൊക്കെ നടന്നു. അങ്ങനെ എന്ത് ചെയ്തു? ചെറിയ ചെറിയ ഓർഗാനിക് മോളിക്യൂൾസ് അവിടെ ഉണ്ടാവാൻ തുടങ്ങി അല്ലെ. അങ്ങനെ എന്തുണ്ടായി? പുതിയ പുതിയ ചെറിയ സൂക്ഷ്മ മോളിക്യൂളുകൾ, തന്മാത്രകൾ അവിടെ രൂപം കൊള്ളാൻ തുടങ്ങി. ഇതാണ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിന്റെ കണ്ടീഷൻ. ഇതെന്തായാലും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യം ഇതാ. ഇവിടുന്ന് തന്നെ മറ്റൊരു ചോദ്യം വരാം. ഇമ്പോർട്ടൻ്റ് ആ. ഹൗ വുഡ് ഹാവ് ബീൻ ലൈഫ് ഒറിജിനേറ്റഡ് ത്രൂ കെമിക്കൽ എവല്യൂഷൻ പ്രോസസ്? നമ്മൾ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ പഠിച്ചു. എങ്ങനെയായിരിക്കും ആദിമ ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ ആദിമ ഭൂമിയിൽ ഒരു ചെറിയ കോശം അല്ലെങ്കിൽ സെൽ എങ്ങനെ ഉണ്ടായി?
അതാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കോ, രാസപരിണാമ പ്രക്രിയയിലൂടെ ആദിമകോശം രൂപപ്പെട്ടത് എങ്ങനെ നോക്കാം നമുക്ക്. അണ്ടർ യുണീക് കണ്ടീഷൻസ് ഓഫ് ദി ഓഷ്യൻ ഓൺ ദി early earth, അല്ലെ, അന്നത്തെ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമുദ്രത്തിൽ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് were formed from certain chemical by various energy sources, അല്ലെ, സമുദ്രത്തിലെ സവിശേഷ സാഹചര്യങ്ങളിൽ വിവിധ ഊർജ്ജ സ്രോതസ്സുകളിൽ ചില രാസവസ്തുക്കളിൽ നിന്നും ലഘു ജൈവ കണങ്ങൾ രൂപപ്പെടുന്നു. ഇവയിൽ നിന്നും ക്രമേണ സങ്കീർണ ജൈവ കണങ്ങൾ രൂപപ്പെട്ടു. അപ്പം നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് എന്താ? സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളായി. അതിൽ നിന്നുമാണ് എന്ത് ചെയ്തത്? ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണം കൂടി ചേർന്നു. അങ്ങനെ അവസാനം പ്രിമിറ്റീവ് സെൽ ഉണ്ടായി. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഫ്ലോ ചാർട്ട് തന്നിട്ട് നിങ്ങളോട് എഴുതാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് തന്നിട്ട് നിങ്ങൾക്ക് ബ്ലാങ്ക് തന്നിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ടും ചോദിക്കാം. അപ്പൊ എങ്ങനെ എഴുതും? പ്രിമിറ്റീവ് എർത്ത്, പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ, പ്രിമിറ്റീവ് ഓഷ്യൻ. അവിടെ സിമ്പിൾ ബയോമോളിക്യൂൾസ് എന്തായി? കോംപ്ലക്സ് ബയോമോളിക്യൂളായി. ലിപ്പിഡ് ഷീറ്റ് ഫോംസ് ഓൺ ന്യൂക്ലിക് ആസിഡ്, ഒരു ചെറിയ ന്യൂക്ലിക് ആസിഡിന്റെ ചുറ്റും കൊഴുപ്പിന്റെ ആവരണം രൂപപ്പെട്ടു. അങ്ങനെ പ്രിമിറ്റീവ് സെല്ല് ആദിമകോശം രൂപപ്പെടുകയാണ് ചെയ്തത്. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്, പക്കയാണ്. ഇനി ഇതാ എന്തായാലും വരുന്ന ഒരു ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻ മിസ് കാണിച്ചു തരാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. കാണുന്നുണ്ടോ? ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പം വാട്ട് വാസ് ദ എയിം ഓഫ് സെറ്റിംഗ് അപ്പ് എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ? ചിത്രീകരണത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ പരീക്ഷണ സംവിധാനത്തിൽ തയ്യാറാക്കിയതിന്റെ ഉദ്ദേശം എന്ത്? എന്തിനു വേണ്ടിയിട്ടാ? ടു സെറ്റ് അപ്പ് പ്രിമിറ്റീവ് എർത്ത്, അല്ലെ. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ആദിമ ഭൂമിയെ അല്ലെങ്കിൽ ഭൂമിയിലെ അവസ്ഥ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? പരീക്ഷണാർത്ഥം എന്ത് ചെയ്തു? പ്രസന്റ് ചെയ്തു. അതാണ് ഈ യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിനെ നമ്മൾ പറയുന്നത് എന്താ? യുറേ മില്ലർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ യുറേ മില്ലർ പരീക്ഷണം എന്നാണ്. Why were methane, ammonia, hydrogen and water vapor used in this experiment? Which organic compound was formed from these gases? എന്തുകൊണ്ടാണ് ഈ ഗ്യാസസ് കൊടുത്തത്? കാരണം പ്രിമിറ്റീവ് എർത്തില് ഈ ഗ്യാസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ. ആദിമ ഭൂമിയില് ഉണ്ടായിരുന്ന വാതകങ്ങളാണ് എന്ത് ഇവിടെ നമ്മൾ വീണ്ടും സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. ദിസ് എക്സ്പെരിമെന്റ് വാസ് എ ഫെയിലിയർ ബിക്കോസ് സോഴ്സ് ഓഫ് എനർജി ആൻഡ് പ്രിമിറ്റീവ് എർത്ത് കുഡ് നോട്ട് ബി റീക്രിയേറ്റഡ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ശരിയാണോ? അല്ല, ഇറ്റ് വാസ് എ സക്സസ്. ഇത് വിജയിച്ചു, അല്ലെ. ഈ പ്രക്രിയ വിജയം കണ്ടു. കാരണം എന്താ? ഇവിടെ ലാസ്റ്റ് എന്ത് ഫോം ചെയ്തു? അമിനോ ആസിഡ് രൂപം കൊണ്ടു. അവസാനം എന്ത് രൂപം കൊണ്ടു? അമിനോ ആസിഡ് രൂപം കൊണ്ടു. അപ്പൊ ഒരാഴ്ചയോളം ഈ പരീക്ഷണം നടത്തി അമിനോ ആസിഡ് രൂപം കൊണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കെമിക്കൽ എവല്യൂഷൻ പ്രക്രിയ വഴിയാണ് ഈ പ്രക്രിയ നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതാണ് ഇവിടെ തന്നിട്ടുള്ള പരീക്ഷണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കോസ്മിക് കലണ്ടർ? എന്താണ് ഈ കോസ്മിക് കലണ്ടർ എന്ന്? നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നുണ്ട് ടൈം ലൈൻ ഓഫ് എവല്യൂഷണറി പ്രോസസ്, അല്ലെ. എങ്ങനെ ഭൂമി ഉണ്ടായി എന്നുള്ള ടൈം ലൈൻ. ഇത് പഠിച്ചാൽ എവിടെ പോയി ഇത് പഠിച്ചാലാണ് നമുക്ക് കോസ്മിക് കലണ്ടർ മനസ്സിലാവുള്ളൂ. അപ്പൊ ഭൂമിയുടെ ഉത്ഭവം എത്ര ബില്യൺ വർഷം മുന്നെയാണ്? ചെറിയ പ്രോകാരിയോട്ടുകൾ ഉണ്ടായത് 2.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ്. യുകാരിയോട്ടിക് ഉണ്ടായത് 541 ബില്യൺ ഇയേഴ്സ് എഗോ. പ്ലാന്റ് ആൻഡ് ആനിമൽസ് 541 മുതൽ 252 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ. ഡിനോസറുകൾ 252 മുതൽ 66 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ. ഈ രീതിയിൽ നിങ്ങൾ വേണം പഠിക്കാൻ. ഈ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഫോർമേഷൻ നടന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ പഠിക്കണം. അപ്പം നമുക്ക് ആ ടൈം ലൈൻ കിട്ടി. ആ ടൈം ലൈനിലെ നമ്മൾ ഒരു വർഷമായി ചുരുക്കുന്നു. പ്രപഞ്ചത്തിന്റെ പ്രായം ഒരു വർഷം കണക്കാക്കി തയ്യാറാക്കുന്നതിന് നമ്മൾ കോസ്മിക് കലണ്ടർ എന്ന് പറയുന്നു. കോസ്മിക് കലണ്ടർ ഇസ് എ കലണ്ടർ കാൽക്കുലേറ്റ് ദി ഏജ് ഓഫ് യൂണിവേഴ്സ്. അപ്പം നേരത്തെ നമ്മൾ കണ്ട ടൈം ലൈനിലെ പോലെ ഓരോന്നും ഉണ്ടായ വർഷത്തെ നമ്മൾ ഒരു വർഷത്തേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യം ജനുവരി 1 12 മണി സമയം അടിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? യൂണിവേഴ്സ്, പ്രപഞ്ചം ഉണ്ടാവുന്നത്. പിന്നീടാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ലൈഫ് ഉണ്ടാവുന്നത് എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസമാവുമ്പോൾ. അങ്ങനെ ഇറ്റ് ക്യാൻ ഓൾസോ സെറ്റ് ടു ബി ആൻ അനദർ ഫോം ഓഫ് ക്രൊണോളജിക്കൽ ടൈം സ്കെയിൽ, അല്ലേ. ക്രൊണോളജിക്കൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കലണ്ടർ ആണ് കോസ്മിക് കലണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ കോസ്മിക് കലണ്ടർ നിങ്ങൾ നോക്കിയിട്ട് പറയാം, മനുഷ്യരൂപം വന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായത് ഏത് ദിവസമാണ്, ഈ ഏത് മാസം ഏത് ദിവസമാണെന്നുള്ളത് അവിടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ കോസ്മിക് കലണ്ടർ നമ്മൾ പക്കാ സെറ്റ് ആക്കണം, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ലൈവുകളൊന്നും മറക്കണ്ട. ഇന്നത്തെയും അതുപോലെ തന്നെ നമുക്ക് 25-ാം തീയതി വൈകിട്ട് മാരത്തോൺ ലൈവ് ഉണ്ട്, സെറ്റാക്കി പഠിക്കാം. See you soon, Bye bye.